എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വാഴയ്ക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നേന്ത്രക്കായ കൊണ്ട് ഉണ്ടാക്കുന്ന ഉപ്പേരിക്കാണ് സ്വാദ് കൂടുതൽ. പക്ഷേ ഞങ്ങൾക്കിവിടെ സുലഭമായി കിട്ടുന്നത് പൊന്തൻകായയാണ്. അപ്പോൾ അതിൻ്റെ കറുത്ത ഭാഗങ്ങളൊക്കെ ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. തോല് മുഴുവനായി കളയണമെന്നില്ല കേട്ടോ. എന്നിട്ട് അതിന് വൃത്തിയായി കഴുകിയിട്ട് സ്ക്വയർ പീസസായി കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വാഴയ്ക്കയിൽ ഒരു കറ ഉണ്ടാവുമല്ലോ, അത് പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. 10-15 മിനിറ്റ് കൊണ്ട് അതിൻ്റെ കറയൊക്കെ നീങ്ങി കിട്ടും. ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോഴത്തേനും കടുക് പൊട്ടിച്ചെടുക്കുക. ശേഷം ഉഴുന്നുപരിപ്പ്, ജീരകം, വറ്റൽമുളക്, കറിവേപ്പില, ഉള്ളി ഇതെല്ലാം ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വാഴയ്ക്ക ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വാഴയ്ക്കയിലേക്ക് ചെറിയൊരു ചൂട് തട്ടണം, അതുവരെയ്ക്കും നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നോടം വരെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാടൊന്നും ആവശ്യം വരില്ല, പൊന്തൻകായ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ 1 കപ്പാണ് പൊന്തൻകായ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 1/4 ഭാഗം വരുന്ന പോലെ വെള്ളം എടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ അളവ് കാണിക്കുന്നുണ്ടല്ലേ, ഇത്രയും മതിയാവും. ഇനി ഇതെല്ലാം കൂടി നടുവിലേക്ക് കുമ്മിച്ച് വെച്ചിട്ട് ഒരു പാത്രം ഇട്ട് അടയ്ക്കുക. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. 5 മിനിറ്റാണ് വേവിക്കേണ്ടതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ചട്ടിയുടെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. 5 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ വാഴയ്ക്ക് നന്നായി വെന്തിട്ടുണ്ട്. പക്ഷേ അതിൽ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ അംശമുണ്ട്. അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉപ്പേരി കട്ട പിടിക്കും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് തീ സിമ്മിലേക്ക് വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. വെളിച്ചെണ്ണയും കറിവേപ്പിലയും തൂവിയിട്ട് ഇളക്കി കൊടുക്കുക. 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അതിനുശേഷം സെർവ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, നേന്ത്രക്കായ കൊണ്ട് ഉണ്ടാക്കുന്ന ഉപ്പേരിക്കാണ് സ്വാദ് കൂടുതലെന്ന്. അത് വെക്കുന്ന രീതിയും ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. എപ്പോഴെങ്കിലും എനിക്ക് നേന്ത്രക്കായ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. ഞാൻ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വരാം. എല്ലാവർക്കും നന്ദി.